പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത്, നമുക്കറിയാം വാട്സപ്പിൽ നമ്മൾ സ്റ്റാറ്റസ് വെക്കുമ്പോൾ വാട്സപ്പിന്റെ അൽഗോരിതം പ്രകാരം നമുക്ക് 1 മിനിറ്റുള്ള വീഡിയോ മാത്രമേ വെക്കാൻ സാധിക്കത്തുള്ളൂ. പക്ഷെ നമുക്ക് ചിലപ്പോൾ 5 മിനിറ്റും 10 മിനിറ്റും ഉള്ള വീഡിയോ സ്റ്റാറ്റസ് വെക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ വീഡിയോ വെക്കാൻ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് എത്ര വലിയ വീഡിയോ ആയിരുന്നാലും അത് സ്റ്റാറ്റസായി വെക്കാനുള്ള ഒരു മാർഗമാണ് ഇന്ന് ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത്. എന്തായാലും നിങ്ങൾക്ക് സ്റ്റാറ്റസ് വെക്കുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വളരെ ഉപകാരമായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എപ്പോഴും പറയും പോലെ യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അടുത്തുള്ള ബെല്ലേക്ക് എനേബിൾ ചെയ്തതിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ഇനി നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടമായാൽ ഈ വീഡിയോക്ക് ലൈക്ക് തരിക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതിനുവേണ്ടി നിങ്ങൾ ആദ്യം നമ്മുടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിനു ശേഷം സെർച്ച് ബാറിൽ വീഡിയോ സ്പ്ലിറ്റർ ഫോർ ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്ലേ സ്റ്റോറിൽ ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ട്. അതിൽ നമ്മൾ ഇപ്പോൾ ഞാൻ അടയാളപ്പെടുത്തിയ ഈ ആപ്ലിക്കേഷൻ തന്നെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. 4.6 റേറ്റിംഗ് ഉള്ള നല്ല റിവ്യൂവും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു ആപ്ലിക്കേഷനാണ്. അത് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. ഇതിൽ നമുക്ക് ഇമ്പോർട്ട് വീഡിയോ എന്നുള്ള ഫസ്റ്റ് ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഒരു പെർമിഷൻ വരും, നമ്മൾ അലോ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു പെർമിഷൻ വരും, നമ്മൾ അതും അലോ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഗാലറി ഓപ്പൺ ആവും. നമ്മളതില് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വീഡിയോ എടുക്കുക. ഞാനിപ്പോൾ ഇതിൽ 5 മിനിറ്റും 36 സെക്കൻഡും ഉള്ള ഒരു വീഡിയോ ഞാനിത് കൊടുക്കാൻ പോവുകയാണ്. അതിനുശേഷം നമ്മളിവിടെ 15 സെക്കൻഡ്, 30 സെക്കൻഡ്, 60 സെക്കൻഡ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അല്ല, നമ്മൾ 60 സെക്കൻഡ് ആണല്ലോ സാധാരണ നമുക്ക് വാട്സപ്പിൽ സ്റ്റാറ്റസ് വെക്കാൻ പറ്റിയ മിനിറ്റ്. അതിൽ കൊടുത്തിട്ടുള്ള മിനിറ്റ് നമ്മളത് എന്ത് ചെയ്യുക, ലാസ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ കസ്റ്റം സ്പ്ലിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് നമ്മൾ എന്ത് ചെയ്യുക, അത് നമ്മൾ ഏകദേശം 59 സെക്കൻഡ് ആക്കി മാറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ടോപ്പിലുള്ള സേവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ റെഡ്യൂസ് ഔട്ട്പുട്ട് കാണിക്കും, അതിന്റെ KG കാണിക്കും. നമുക്ക് അതിൽ എത്രയാണെന്നുള്ളത് നമ്മൾ ഇവിടെ രേഖപ്പെടുത്തി കൊടുക്കുക. ഞാനിപ്പോൾ 720p ആണ് ഞാനിവിടെ രേഖപ്പെടുത്തി കൊടുക്കുന്നത്. സ്റ്റാർട്ട് കൊടുക്കുക. ഇതൊരു ഫ്രീ ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് പരസ്യം വരും. നമ്മളത് കുറച്ച് സമയം കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അത് നിങ്ങൾ ഓർമ്മിക്കുക. അതിനുശേഷം നമുക്ക് 100% ആയി കഴിഞ്ഞാൽ വ്യൂ ഫയൽസ് നമ്മൾ ക്ലിക്ക് ചെയ്യുക. 59 സെക്കൻഡ് വെച്ചത് സ്പ്ലിറ്റ് ആയത് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇത് നമ്മൾ ഷെയർ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരെ വാട്സപ്പിൽ കൊണ്ടുപോയതിന് ശേഷം സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ സ്റ്റാറ്റസ് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഒരു വീഡിയോ തന്നെ സ്പ്ലിറ്റായി നമുക്ക് അത് മുഴുവനായിട്ട് ആൾക്കാർക്ക് കാണാൻ കണക്കിന് സെൻഡ് ആവുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതുപോലെ നിങ്ങൾക്ക് എത്ര വലിയ വീഡിയോ ആയിരുന്നാലും നിങ്ങൾക്ക് ഇതുപോലെ സ്റ്റാറ്റസ് വെക്കാൻ കേട്ടോ. എന്തായാലും ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി എത്തുന്നവരെ ഗുഡ് ബൈ. MK ചോയ്സ്.